ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഏറെ കാത്തിരുന്ന നമ്മുടെ വൈൽഡ് കാർഡുകളുടെ ഒരു എൻട്രി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ലൈവില്. അപ്പോ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു 5 പേരാണ് കയറിയിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് ഇന്ന് 5ാമത്തെ ആഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ 5 വൈൽഡ് കാർഡുകളിൽ കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ, ഈ 5 വൈൽഡ് കാർഡുകളുടെ ഫോട്ടോ നമ്മൾ ഓരോന്ന് പേര് പറയുമ്പോൾ നമ്മൾ സൈഡിൽ വെച്ചേക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതാണോ നോക്കുക. പിന്നെ അതേപോലെ തന്നെ വൈൽഡ് കാർഡ് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കാര്യം ഗെയിം ഒന്നും മാറ്റി പിടിക്കേണ്ടതും വ്യൂസ് ഒക്കെ ഒരുവിധം ലൈവ് പ്രത്യേകിച്ച് ബോറായിട്ട് തുടങ്ങിയിരുന്നു. അതായത് ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര ബോറായിരുന്നു കേട്ടോ ലൈവ്. ഒയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ ഇതില് ബിഗ് ബോസ് ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ എന്തെങ്കിലും ഗെയിം പ്ലാൻ ആണോ, ഇനി അതെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം. വേറെ ഒന്നുമല്ല, ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ ഓരോരുത്തർ ഞങ്ങൾ പറയുന്നത്, അതായത് ബിഗ് ബോസ് പറയുന്നവരായിരിക്കണം ഇവരെ പോയി വെൽക്കം ചെയ്യേണ്ടത്, ബാക്കിയുള്ളവർ സോഫയിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വെൽക്കം ചെയ്യാൻ പോണ ആളായിരിക്കണം ഈ വീട് ഫുള്ള് അവർക്ക് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല, ഒരു സ്റ്റോർ റൂമിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, 5 ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം ചൂസ് ചെയ്ത് ഇവർക്ക് കൊടുക്കുകയും വേണമെന്നാണ് കേട്ടോ ബിഗ് ബോസ് പറയുന്നത്. അതെ, ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാത്തവരെയാണ് ചിലവര് ബിഗ് ബോസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആദ്യമേ ഷാനവാസിനെയാണ് എനിക്ക് പോയി വെൽക്കം ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഷാനവാസ് വെളിയിൽ പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വീടിന്റെ ഗ്ലാസിന്റെ വെളിയിൽ പോയി നിൽക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ടൊക്കെ ഇടുന്നുണ്ട്, മറ്റേ എല്ലാവരും ചൊല്ലണ ആ ഒരു പാട്ടൊക്കെ ഇടുന്നുണ്ട്. ആ പാട്ട് ഇട്ടിട്ട് കയറി വരുന്നത് നമ്മുടെ ജിഷിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിക്ക പ്രൊഡിക്ഷൻ ലിസ്റ്റിലും വന്നിട്ട് വരാതെ പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെ ജിഷിൻ അവസാനം ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ചേക്കാം. അപ്പോ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രണ്ടുപേരും, ഷാനവാസിനും നേരത്തെ അറിയാൻ തോന്നുന്നു, കാരണം രണ്ടും സീരിയൽ ആക്ടേഴ്സ് ആണല്ലോ. അപ്പം നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കയറി വന്ന് നല്ല രീതിയിലൊക്കെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്ന, വീട്ടുകാരെ പരിചയപ്പെടുന്ന സമയത്ത് അനീഷ് ചോദിച്ചു ആരാ മനസ്സിലായില്ലെന്ന് ചോദിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ? വന്ന ഡേ നമ്മുടെ അനുവിന്റെ അടുത്ത് ചോദിച്ച കാര്യം ഇതായിരുന്നു. അപ്പൊ ജിഷൻ പറയുന്നുണ്ട് ആ അടവൊക്കെ എങ്ങനെ കൈ വെച്ചാൽ മതി, വന്ന ഡേ അനുവിന്റെ അടുത്ത് ഇറക്കിയതല്ലേ, നമ്മൾ പ്രഡിക്ഷൻ ഒക്കെ കണ്ടിട്ടല്ലേ വരുന്നത്. അനീഷോട് ഇല്ല എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് അനീഷിന് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ചോദിക്കുന്നുണ്ട്, ലാലേട്ടനെ അറിയാതെയൊക്കെയാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അല്ല ലാലേട്ടനെ അറിയില്ല എന്ന് പറയാതിരുന്ന ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് തോന്നുന്നു അനീഷ് എടുത്തും കൂടുതൽ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല കേട്ടോ. അനീഷ് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു ട്രിക്ക്. അതെ, എന്തായാലും അത് പൊളിഞ്ഞിട്ടുണ്ട്. അതെ. ഇനിയിപ്പോ രണ്ടാമതായിട്ട് നമ്മുടെ റെന ഫാത്തിമേനെയാണ് ബിഗ് ബോസ് വിടുന്നത്. അപ്പോ പാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ പഞ്ചാര നീ എന്ന് പറഞ്ഞ നമ്മുടെ പാട്ടൊക്കെ കോമഡിയാണ്. നമ്മുടെ ഏതായിരുന്നു, ജിംഖാന എന്ന് പറയുന്ന ആ ഒരു ഫിലിമിലെ പാട്ടായിരുന്നു കേട്ടോ. അപ്പൊ അതില് വന്നത് മസ്താനിയാണ്. എല്ലാവർക്കും അറിയാം, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് മസ്താനി എന്ന് പറയുന്നത്. പിന്നെ പുള്ളിക്കാരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ്. അതെ. അപ്പൊ അതിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് നമ്മുടെ ഡ്രിങ്ക് ആണ്. ഇത് ഡ്രിങ്കിന്റെ താഴെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലും പ്ലെയിൻ ആണ്. അപ്പൊ അതെന്താണെന്നുള്ളതൊക്കെ ഇപ്പൊ ടാസ്ക് പറയാണ് കേട്ടോ. അത് നമ്മൾ കണ്ടില്ല, അപ്പൊ നമ്മൾ വേഗം ഒരു അപ്ഡേറ്റ് ചെയ്താൻ വേണ്ടി വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ പിന്നെ ഈ മസ്താനി ഭയങ്കരമായിട്ട് നെവിനുമായിട്ട് കമ്പനി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ അറിയാവുന്ന ആയിരിക്കാം, അതൊന്നും പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനി അതറിയത്തില്ല, ഇനി വല്ല കോംബോ വല്ല സ്ട്രാറ്റജി ആയിട്ട് വന്നേക്കുവാണോന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നല്ല ഭയങ്കരമായിട്ട് കമ്പനി കൂടുന്നുണ്ട് നെവിനുമായിട്ട്. ഇനി അടുത്ത മൂന്നാമതായിട്ട് വരുന്ന ആൾക്ക് അവരിലുള്ള ആരെയും അറിയത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോവാൻ പറയുമ്പോൾ നമ്മുടെ അനീഷാണ് കേട്ടോ പോകുന്നത്. അനീഷ് പോയിട്ട് എന്ത് പറയുന്നത്, മറ്റുള്ള പാട്ടുണ്ടല്ലോ ആവേശത്തിലെ വെൽക്കം ടു, എനിക്ക് ആ പാട്ട് അറിയത്തില്ല, ആ ഒരു പാട്ടായിരുന്നു കേട്ടോ. അപ്പോ അനീഷ് പോയി വെൽക്കം ചെയ്യുമ്പോൾ വരുന്നത് പ്രവീൺ ആണ്. പ്രവീൺ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. അപ്പോ എന്തോ IT സംബന്ധമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗും അല്ല, സോഷ്യൽ മീഡിയയിൽ അതൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ അങ്ങനെ വരുന്നു, വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കൊടുത്തത് ഒരു ആപ്പിൾ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. വീട് അനീഷ് ഭയങ്കര ലാഗ് അടിപ്പിച്ച് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെയാണ് വീടിനെ പറ്റി പറഞ്ഞത്. ഒത്തിരി വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു അനീഷ്. അതെ. അപ്പോ നാലാമതായിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് ആര്യനോട് പോയി വിളിക്കാനാണ്. ആര്യൻ ഒന്ന് റിവേഴ്സ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് വെളിയിൽ പോയി നിന്നിട്ടൊക്കെ. അപ്പൊ എന്നിട്ട് ആര്യൻ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്കറിയാം ആരാ വരുന്നത്, ഞാൻ പറയട്ടെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോ
വരുന്നത് സാബു മാൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ. ആള് ഈ കുക്കിംഗ് ഫുഡ് വ്ലോഗ് പോലെ എന്തൊക്കെയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഇനിയാണ് വരുമ്പോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇരിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എഗ് ആണ് കേട്ടോ, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതെ അതെ, അങ്ങനെ എല്ലാരും വിളിച്ചു, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട് എന്തായാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളിൽ ആരെയും പരിചയമില്ലാത്ത അടുത്തൊരു ആളാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നെവിൻ ചാടി എണീക്കുന്നുണ്ട്, ഞാൻ പോയി വിളിക്കാന്നും പറഞ്ഞിട്ട് ചാടി എണീറ്റ് ഓടി പോകുന്നുണ്ട്. പിന്നെ നെവിൻ വെളിയിൽ നിന്ന് നല്ല ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, അതും ആവേശത്തിലെ പാട്ടായിരുന്നു. മറ്റേ ആവേശത്തിലല്ലായിരുന്നല്ലോ, അല്ല കണ്ണിലെ മീ എഴുതണ അതായിരുന്നു. അതാ പാട്ടായിരുന്നു, ഈ സിനിമയൊന്നും ഓർമ്മയില്ല. അപ്പൊ ആ പാട്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട് നെവിൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു വെളിയിൽ നിന്ന്. അങ്ങനെ അപ്പം നെവിൻ ചാടി ഇറങ്ങാൻ നേരത്തെ ആരായിരുന്നു പറഞ്ഞത്, വന്ന് കയറുമ്പോ കാണുന്ന കണി സൂപ്പറാണ്. ജിഷി വന്നപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, വന്ന് കയറുമ്പോ കാണുന്ന കണി സൂപ്പറാണത്. അങ്ങനെ വരുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മിയാണ്, ആളൊരു ആർക്കിടെക്ട് ആണ്, പിന്നെ മാർക്കറ്റർ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ആളും വരുന്നുണ്ട്. ഗിഫ്റ്റ് ആയിട്ട് ആൾക്ക് കൊടുക്കുന്നത് എന്തായിരുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് ആയിരുന്നു, പക്ഷെ ആള് ബിഗ് ബോസ് മാറിപ്പോയെന്ന് തോന്നുന്നു, മലയാളം ബിഗ് ബോസിലല്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഒന്നും. കിട്ടുമായിരിക്കും, കാര്യം വന്നപ്പോ തൊട്ട് ഇംഗ്ലീഷാ പറയുന്നത്. ബിഗ് ബോസ് ഇനി മാറിപ്പോയത് തന്നെ ഇംഗ്ലീഷ് ബിഗ് ബോസ് അങ്ങോട്ട് ഉദ്ദേശിച്ച് കയറിപ്പോയതാന്ന് തോന്നുന്നു. അതെ, അപ്പൊ ബിഗ് ബോസ് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഇരിക്കൂ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇരുത്തി. എന്നിട്ട് ഇപ്പം അതിൽ ഒരാളെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചേക്കാണ്. ടാസ്കോ കാര്യങ്ങളായിരിക്കും വന്നവർക്ക് അതറിയില്ല. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞങ്ങൾ വരാട്ടോ. അപ്പൊ ഈ 5 പേരുമാണ് വന്നത്. അതെ, ഞങ്ങൾ ഈ വൈൽഡ് കാർഡ്സ് ആരൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ തുടർന്നുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.